ഇത് ഒരു ജനവാസ കേന്ദ്രത്തിലേക്കുള്ള റോഡ്. ദിനേന നിരവധി കുട്ടികളും സ്ത്രീകളുമടക്കം നിരവധി പേർ നടന്നു പോകുന്ന വഴി. മൂക്ക് പൊത്താതെ ഇതുവഴി നടന്നു പോവാൻ പ്രയാസം. ഇത് കേളുകുട്ടൻ. കാസർഗോഡ് ടൌണിൽ നിന്നും വെറും 1.5 കിലോമീറ്റർ മാത്രം ദൂരപരിധിയുള്ള ഒരു പ്രദേശമാണ് കേളുകുട്ടൻ. 300-ൽ പരം കുടുംബം താമസിക്കുന്ന ഒരു പ്രദേശം. 60 വർഷങ്ങൾക്ക് മുമ്പ് നഗരസഭ മാലിന്യം തള്ളാനായി ഉപയോഗിച്ച ട്രഞ്ചിങ് ഗ്രൌണ്ട്. ആ സമയത്തിവിടെ ജനവാസം ഇല്ലായിരുന്നുവെന്ന് നഗരസഭ. ജനങ്ങൾ പിന്നീട് കുടിയേറിയതാണത്രേ. മഴ പെയ്താൽ മലിനജലം തൊട്ടടുത്ത പറമ്പിലേക്ക് ഒലിച്ചിറങ്ങുന്നു. സമീപത്തെ കിണറിലൊക്കെ മലിനജലം ആഴ്ന്നിറങ്ങുന്നു. കേരളത്തിലെ മുഴുവൻ പ്രാദേശിക ഭരണാധികാരികളും പൊതുജനങ്ങളും ഇന്ന് അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് മാലിന്യ സംസ്കരണം. വീടുകളിൽ നിന്നും, വ്യവസായശാലകളിൽ നിന്നും, ആശുപത്രികളിൽ നിന്നും, മാർക്കറ്റ് കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നുമൊക്കെ ദിനേനെ പുറന്തള്ളിക്കൊണ്ടിരിക്കുന്ന മാലിന്യം, ഈ മാലിന്യത്തിന്റെ സംസ്കരണം ഇന്ന് ഒരു വലിയ ചോദ്യചിഹ്നമായി നമ്മുടെ ഭരണാധികാരികളെ അലട്ടിക്കൊണ്ടിരിക്കുന്നു. കാസർഗോഡ് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കത്തിനിൽക്കുന്ന ഒരു പ്രശ്നമാണ് കേളുകുട്ടയിലെ മാലിന്യ നിക്ഷേപ പ്രശ്നം. മാലിന്യ പ്രശ്നം എന്നുള്ളത് കാസർഗോഡ് ജില്ലയിലെ ഈ കേളുകുട്ടയെ മാത്രം അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമല്ല. ഇന്ന് മാറിയ ജീവിത രീതിയുടെയും കേരളീയൻ ശീലിച്ചിട്ടുള്ള ഉപഭോഗ സംസ്കാരത്തിന്റെയും ഫലമായി ഉണ്ടായിട്ടുള്ള ഒരു പ്രശ്നമായിട്ടാണ് സോളിഡാരിറ്റി മനസ്സിലാക്കുന്നത്. വലിച്ചെറിയൽ സംസ്കാരം എന്നത് ഇന്ന് കേരളീയന്റെ ജീവിതശീലമായി മാറിയിരിക്കുകയാണ്. ഭൂമി പോലും ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്ത, ജീർണിക്കുക സാധ്യമല്ലാത്ത പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം ഇന്ന് വളരെ ക്രമാതീതമായി വർദ്ധിച്ചിരിക്കുകയാണ്. ഇതുകൊണ്ട് തന്നെ കേരളീയൻ ദേശീയ തലത്തിൽ നോക്കുമ്പോൾ വ്യക്തിശുചിത്വത്തിന്റെ കാര്യത്തിൽ 1-ാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിലും സമൂഹത്തിലേക്ക് ചെല്ലുമ്പോൾ, പൊതുജീവിതത്തിലേക്ക് നോക്കുമ്പോൾ ശുചിത്വത്തിന്റെ കാര്യത്തിൽ കേരളീയൻ ഏറെ പിറകിലാണ്. കുടുംബത്തിലും അതുപോലെ സ്ഥാപനങ്ങളിലും വ്യവസായശാലകളിലും വിവാഹവേളകളിലും പാർട്ടികളിലുമൊക്കെ ഒരുപാട് ഭൂമിക്ക് ചേരാത്ത പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. ഇതൊക്കെ തന്നെയാണ് ഇന്ന് ഓരോ കുടുംബവും, ഓരോ ഗ്രാമങ്ങളും, പട്ടണങ്ങളും, മുനിസിപ്പാലിറ്റികളും അഭിമുഖീകരിച്ചിരിക്കുന്ന പ്രശ്നം. ഇപ്പോൾ മാലിന്യ പ്രശ്നം പറയുന്നവർ തൊഴുത്തിനരികിൽ വീട് വെച്ചതെന്തിനാണെന്നാണ് നഗരാധികൃതർ ചോദിക്കുന്നത്. അവിടെ ഈ ഡ്രഞ്ചിങ് ഗ്രൗണ്ടിനടുത്ത് 1944 കാസർഗോഡ് പഞ്ചായത്തായിരുന്ന സമയത്ത് ഉപയോഗിച്ചു വരുന്ന ഡ്രഞ്ചിങ് ഗ്രൗണ്ടാണ് ഇത് ഇന്നും ഇന്നലെ തുടങ്ങിയില്ല. അവിടെ കുന്നിൻ പ്രദേശമായിരുന്നു. മാരകമായ രോഗങ്ങൾ പിടിപെട്ട് മരണപ്പെടുന്നവരെ അടക്കം ചെയ്യുന്ന സ്ഥലം എന്ന് പറയുന്ന ആ സ്ഥലത്ത് അന്നത്തെ മദ്രാസ് ഗവൺമെന്റ് കാസർഗോഡ് പഞ്ചായത്തിന് 44 വിജ്ഞാപനം ഇറക്കി ഡ്രഞ്ചിങ് ഗ്രൗണ്ടായി ഉപയോഗിക്കാൻ അനുവദിച്ച 2 ഏക്കറിലധികം വരുന്ന സ്ഥലത്താണ് ഇപ്പോഴും മാലിന്യം. അതിന് തൊട്ടടുത്ത് സർക്കാർ ഭൂമി കയ്യേറിയും അതുപോലെ തന്നെ ചുളുവിലക്ക് സ്ഥലം വാങ്ങി വീടുകളും കോട്ടേഴ്സുകളും വെച്ച ആൾക്കാരാണ് ഇപ്പോൾ ആക്ഷൻ കമ്മിറ്റിയുടെ പേരിൽ തടസ്സവാദങ്ങളുമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. 60 വർഷം മുമ്പ് നഗരത്തിൽ ജനത്തിരിക്കില്ലായിരുന്നുവെന്ന് നഗരസഭ അറിയാതെ പോകുന്നു. അന്നുണ്ടായിരുന്നത് ഉന്തുവണ്ടിയിൽ കൊള്ളാവുന്ന ഒരു കൊട്ട മാലിന്യം മാത്രമാണെന്ന് അവർ സൗകര്യപൂർവ്വം മറന്നുകളയുന്നു. നിഷ്കളങ്കരായ ജനങ്ങൾ പറയുന്നതിങ്ങനെ: ഇപ്പോൾ കൊണ്ടിരുന്നത് ഈ ടൈലർസ് ആക്കിയ തുണി,
പിന്നെ ഈ കുപ്പിന്റെ കഷ്ണം അതൊക്കെ കൊണ്ടിടും. അന്നെങ്കിലും ഒരു വാസനയില്ല. ഞങ്ങൾ പോയിട്ട് ഞങ്ങളെ കുട്ടിക്കാലത്ത് അട ഈ ബൊഗിരിക്കായി എല്ലാം പറിച്ചിട്ട് തിന്നിന്. പിന്നെ അട പോയിട്ട് ഞങ്ങൾ അച്ഛന് ബടിയെടുത്തോണ്ട് വരുമ്പോ അട പായിട്ടിട്ട് കിടന്നിന്. പണ്ട് അത്രയ്ക്ക് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഭയങ്കര വാസന. ഇപ്പോൾ കൊണ്ടിടാത്ത സാധനമില്ല. മാരിക്കട്ടന്റെ വേസ്റ്റ് കൊണ്ടിടുന്നു, പിന്നെ ഈ ഒട്ടന്റെ വേസ്റ്റ് കൊണ്ടിടുന്നു. എല്ലാ വേസ്റ്റുകൾ ഇപ്പൊ കൊടന്ന് ഇട്ടിട്ട് ആ വെള്ളം അവിടെ നിറഞ്ഞിട്ട് ഞങ്ങളെ ഈ റോട്ടിൽ വന്നിട്ട് ഈ ഞങ്ങൾ വരുന്ന ഈ തോടിൽ നിറയുന്നു വെള്ളം. നമ്മൾ 100 കൊല്ലമായി ഇവിടെ ജീവിക്കുന്നത്. നമ്മൾ അച്ഛന്റെ കാലത്തിൽ ജീവിക്കാനാവുന്നില്ല. നമുക്ക് ഊണ് കഴിക്കാനാവുന്നില്ല, ചായ കുടിക്കാനാവുന്നില്ല, സ്മെല്ല് വരുന്നതിൽ. ഇവിടെ കുടിവെള്ളത്തിന് വിഷത്തിന്റെ രുചി. കിണറിൽ നിന്ന് വെള്ളം കോരി കുളിച്ചവർക്ക് ദേഹം ചൊറിഞ്ഞുപൊള്ളി. ഡോക്ടർമാർ ഇവരോട് ചോദിച്ചത് ശരീരത്തിൽ വിഷം വീണോ എന്നാണ്. ഇവരുടെ കണ്ണീർ ആര് കാണാം? ഇവിടെ വന്നിട്ട് നല്ല വൃത്തിയിലും നല്ല ഇതിലും ഉണ്ടായിരുന്നു തടി. എന്റെ കത്തിയിട്ടാകുമ്പോൾക്ക് ഇവിടുത്തെ വെള്ളവും കിണറ്റിന്റെ വെള്ളവും ഇതെല്ലാം കുടിച്ചിട്ടാകുമ്പോൾ അലർജിന്റെ എല്ലാ ചൊറിച്ചിലും കൈയും കാലും എല്ലാം മരുന്നോടെ മരുന്ന്. 60 കൊല്ലമായി ഇവിടെ ഞങ്ങളുടെ താമസിക്കുന്ന. ഭയങ്കര ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ഈ നാട്ടുകാർക്ക് തന്നെ, ഈ നിരക്കാർക്ക് കുടിക്കുന്ന വെള്ളത്തിനും കച്ചറയുണ്ടായി, പൊരല്, പിന്നെ എല്ലാ സംസാരത്തിനും അത് സുഖമില്ല. ചുറ്റുഭാഗത്തുള്ള 3-4 കിണറുകളും പൂർണ്ണമായിട്ടും മലിനോപയോഗശൂന്യമായിട്ടുള്ളത്. പകർച്ചവ്യാധി, പിന്നെ അജ്ഞാത രോഗങ്ങൾ, മരണം വരെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോഴും അവയവങ്ങൾ നഷ്ടപ്പെട്ട ആൾക്കാർ ഈ പരിസരത്തുണ്ട്. കാരണം ഇവിടുത്തെ എല്ലാ കിണറുകളും മലിനമായി. കിണറ്റിൽ കൂടെയുള്ള എല്ലാ വെള്ളം വന്നിട്ട് വെള്ളം എല്ലാം മോശമായി കിടക്കുകയാണ് ഇവിടുത്തെ. ഇനിയിപ്പോ നമുക്ക് ഇത് പ്രക്ഷോഭമല്ലാതെ വേറൊരു വഴിയില്ല. ഇപ്പോ തുടങ്ങാന്ന് പറഞ്ഞാൽ 2 വർഷം മുമ്പേ ഈ വെള്ളമൊലിച്ചു വരുന്നുള്ള പ്രശ്നമുണ്ട്. കിണറൊക്കെ നശിച്ചു പോയിട്ട് വർഷങ്ങളോളായി. മുനിസിപ്പാലിറ്റി ഒന്നും യാതൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എവിടെ നിന്നോ ഒരു ചീഞ്ഞ മണം ഉയരുന്നുണ്ടോ? അറിയാതെ മൂക്ക് കുത്തുന്നുണ്ടോ? നാവിൻ തുമ്പിൽ ഒരു ചോദ്യം വന്നു മുട്ടി നിൽക്കും. ഇതെന്താ കേളുകുട്ടയോ? കേളുകുട്ട വിതയ്ക്കുന്ന ദുരിതപർവം അറിയാൻ കേളുകുട്ടയിൽ തന്നെ വരണം. പത്രത്താളുകളിലൂടെ വിവരിച്ചാൽ അതിന്റെ ഗൗരവം പിടികിട്ടില്ല.